ഇന്നത്തെ സിനിമാക്കാർക്കോ ഈ തലമുറയിലെ സിനിമാ ആസ്വാദകർക്കോ അത്ര പരിചയമുള്ള ഒരാളല്ല ഇത്. ഒരു സിനിമാ താരം എന്ന നിലയിൽ അഭ്രപാളിയിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി ഹ്രസ്വകാലം മാത്രം നീണ്ട അഭിനയകാലം മാത്രമേ ഈ അഭിനേത്രിക്ക് അവകാശപ്പെടാനുള്ളൂ. പക്ഷേ സിനിമയുടെ ചരിത്ര പുസ്തകത്തിൽ ഈ കലാകാരിയുടെ പേര് പ്രമുഖരായവരോടൊപ്പം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നെയ്യാറ്റിൻകര കോമള, മലയാള സിനിമയിലെ ആദ്യകാല നായികമാരിലൊരാൾ. നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ആദ്യ നായിക എന്ന ബഹുമതി ഇവർക്ക് സ്വന്തം. ഭൂതകാലത്തിലെ ഇത്തിരി മധുരമുള്ള സ്മൃതികളും നെഞ്ചിലേറ്റി മലയാള സിനിമയിലെ അമ്മ നക്ഷത്രങ്ങളിൽ ഒരാളായി ഒട്ടൊക്കെ അപരിചിതയായി ജീവിക്കുകയാണ് നെയ്യാറ്റിൻകര കോമളം. കടന്നുപോയ തന്റെ സിനിമാക്കാലത്തെക്കുറിച്ചും വന്നു വിളിച്ചിട്ടും സ്വീകരിച്ച് സ്വന്തമാക്കാൻ കഴിയാതെ പോയ കഥാപാത്രങ്ങളെക്കുറിച്ചും അങ്ങനെ പലതും ഇവിടെ ഓർമ്മയിൽ നിന്നും നമ്മോട് പറയുകയാണ് കോമളം. സിനിമയിലേക്ക് വരാനുള്ള കാരണം എൻ്റെ ഒരു സഹോദരിയുടെ ഭർത്താവ് ഈ ഫിലിം ഫീൽഡിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ തിയേറ്റർ സംബന്ധമായിട്ട്. അപ്പോൾ പിന്നെ അതുവഴി ആദ്യം നല്ലതങ്കയെല്ലാം എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങളിങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ESLC കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോഴിങ്ങനെ ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ അവരിങ്ങനെ നല്ലതങ്കയ്ക്ക് വേണ്ടി ആൾക്കാരെ എടുത്തുകൊണ്ട് വരുന്ന സമയം ഡയറക്ടറും എല്ലാം കൂടി ആ തിയേറ്ററിൽ വന്നു. അവിടെ വെച്ച് എൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് അവിടെ മാനേജരായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ച് ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അതാരാണെന്നൊക്കെ ചോദിച്ചിട്ട് അവരങ്ങ് പോയി. കൊടുക്കും പിന്നീട് ചേട്ടൻ വന്ന് വീട്ടിലിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഓമനെ ഇങ്ങനെ എന്നെ വീട്ടിൽ വിളിക്കുന്നത് ഓമനാന്ന്. ഓമനെ ഇങ്ങനെ അയക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഒരു യാഥാസ്ഥിതിക കുടുംബമാണ് അന്നത്തെ കാലം. ആ കാലയളവിൽ സിനിമയും നാടകവും എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന സമൂഹത്തിന് തന്നെ വലിയ ഒരു പോരായ്മയുള്ളൊരു കാലമായിരുന്നു അന്ന്. അപ്പോൾ ഇവിടെ ആദ്യം സമ്മതിച്ചില്ല. അങ്ങനെയൊക്കെ ആയി ഒടുക്കെ എൻ്റെ വിധിയായിരിക്കുക അതങ്ങ് തെറ്റി. പിന്നീടാണ് വനമാല എന്നൊരു ഫിലിം എടുത്തപ്പോഴത്തേക്കും ഈ ചേട്ടൻ വഴി തന്നെ അതിനിങ്ങനെ ഏതായാലും ഇങ്ങനെ 2-3 വന്നതുകൊണ്ട് പോയി. അങ്ങനെയാണ് ഈ ഫിലിമിൽ അതിലെ നായികയായിട്ട് വനമാലയിൽ മാലയായിട്ട് എടുത്ത്. അത് ആദ്യത്തെ വനച്ചിത്രമാണ് നമ്മുടെ മലയാളത്തിൽ. അതിലാദ്യമേ ആക്ടിങ്ങിനെ പറ്റിയോ എന്ത് പറ്റിയോ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ അവരിങ്ങനെ റിഹേഴ്സൽ പറഞ്ഞ് അമ്മ കൂടെ അന്നൊക്കെ വരുമായിരുന്നു എൻ്റെ കൂടെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിലെ നായികയായി ആ പടം റിലീസ് ചെയ്തു. അങ്ങനെയാണ് ഞാനൊരു സിനിമ നടി ആയത്. ഞാൻ ഈ ഫീൽഡിൽ ആദ്യം സംസാരിച്ചത് ഈ കാട്ടിൽ നീ വളർത്തിയ ആന ഞാൻ വളർത്തിയ ആന നിൻ്റെയോ കള്ള, ആദ്യത്തെ അതെനിക്ക് നല്ല ഓർമ്മ. എല്ലാം കാട്ടിൽ വെച്ചായിരുന്നു എടുത്തത്. ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഇന്നടുത്ത് ഇന്ന കുട്ടി ഇതാ ഇങ്ങനെ സിനിമയ്ക്ക് പോയി ഇവിടെ വലിയ ഒച്ചപ്പാടൊക്കെ ആയിരുന്നു എന്ന് പിന്നെ അറിഞ്ഞു. അപ്പോഴേ ഈ പേച്ചിപ്പാറ വെച്ച് ഷൂട്ടിംഗ് ആയതുകൊണ്ട് നെയ്യാറ്റിൻകരയുന്നത് എന്തോന്നൊന്നും അറിയാനൊന്നും പറഞ്ഞുകൊണ്ട് ബസ്സിലും ഒക്കെ ആൾക്കാർ അവിടെ വന്നിരുന്നു. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ കാട്ട് പെണ്ണിൻ്റെ ഡ്രസ്സുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഈ മീതെ സാരിയെല്ലാം കൊടുത്തും കൊണ്ട് നിൽക്കുക. സമയമാകുമ്പോഴത്തേക്കും ഇതൊന്ന് മാറ്റിയിട്ട് അവിടെ അവിടെ ആൾക്കാരില്ല. എന്നാൽ ഇവളെങ്ങനെ ആനപ്പുറത്ത് കയറുന്നതൊക്കെ നോക്കാൻ അതൊക്കെ പിന്നേ മനസ്സിലായുള്ളൂ. അങ്ങനെയായിരുന്നു അവിടെ ഷൂട്ട് ചെയ്തതും ആൾക്കാരൊക്കെ വന്നതും. പിന്നെ അത് കഴിഞ്ഞിങ്ങ് വന്നപ്പോൾ അവൾ സിനിമയിൽ പോയി ആനപ്പുറത്ത് കയറി എന്നൊക്കെ ഇവിടെ വലിയ റൂമറായിരുന്നു.